എത്തുന്ന വാർത്ത കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിൽ തർക്കം. യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാനാവില്ല എന്ന് ഇടത് അംഗങ്ങൾ വ്യക്തമാക്കുകയാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നിശ്ചയിക്കാനാകില്ലെന്ന് ഇടത് പ്രതിനിധികൾ. സെർച്ച് കമ്മിറ്റിയിലേക്കും പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് യോഗത്തിൽ പ്രമേയം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇത്തരത്തിൽ ഒരു എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും ഗവർണറുടെ പ്രതിനിധികളും ഇടത് അംഗങ്ങളും ഏത് തരത്തിലാണ് വാക്ക് തർക്കത്തിൽ അല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത്? എന്തൊക്കെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫിജി ആദ്യം തന്നെ ഈ യോഗത്തിന്റെ അജണ്ട വായിച്ചു കേൾപ്പിക്കുകയുണ്ടായിരുന്നു. യോഗത്തിന്റെ അജണ്ട പ്രധാനമായും ഗവർണറിന്റെ താല്പര്യപ്രകാരം, നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരം സെനറ്റ് അംഗങ്ങളെ പ്രതിനിധിയായിട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കണമെന്നായിരുന്നു. അത് പാടെ എതിർക്കുന്ന നിലപാട് തന്നെയായിരുന്നു ഇടത് അംഗങ്ങൾ സ്വീകരിച്ചത്. ഈ സെനറ്റ് യോഗത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇടത് അംഗങ്ങളാണ് കൂടുതലായും ഉള്ളത്. 106 അംഗങ്ങളാണ് ഇടത് അംഗങ്ങളായി ഉള്ളത്. അതേസമയം ഗവർണർ നിശ്ചയിച്ച സെനറ്റ് അംഗങ്ങൾ വളരെ കുറവാണ്, 11 പേർ മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ എതിർപ്പുകൾ ഉണ്ടായി, വാക്ക് തർക്കങ്ങൾ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതോടൊപ്പം തന്നെ പ്രതിനിധിയെ തീരുമാനിക്കാതെ തന്നെയാണ് ഇപ്പോൾ സെനറ്റ് യോഗം തീരുമാനമായിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയായി നൽകേണ്ടതില്ലെന്ന് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇടത് പ്രതിനിധിയാണ് അവതരിപ്പിച്ചത്. പ്രമേയം പാസ്സാവാതെയാണ് ഇപ്പോൾ പ്രമേയം പാസ്സായി മാറുകയായിരുന്നു. ഏതായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇനി അംഗങ്ങളെ നൽകുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ശരി വിഷ്ണു.